പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സ്നേഹവന്ദനം. ജനുവരി 8 തീയതി എല്ലാവർക്കും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ പ്രാർത്ഥന ആവശ്യം പറയുക. ഇന്നത്തെ ആവശ്യം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇനി നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹം പ്രാപിക്കാം. സന്തോഷമായിരിക്കുക. സാഹചര്യം എന്തു തന്നെയായാലും ആ സമയത്തും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ആ സമയത്തും കർത്താവ് കൂടെ ഉണ്ടാവുന്നല്ലേ? സിമ്പിളല്ലേ? അപ്പം അതുകൊണ്ട് ഹാപ്പി ആയിരിക്കുക. എൻ്റെ കർത്താവ്, അങ്ങയുടെ മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ ധ്യാനം ഷെയർ ചെയ്യുന്നവരുണ്ട് ഈശോയെ. അങ്ങനെ ഷെയർ ചെയ്യുന്നവരെ സ്വീകരിക്കുന്നവരുണ്ട്. പ്രാർത്ഥന തുടങ്ങുന്ന മുമ്പ് തന്നെ കർത്താവ് സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഇരട്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഇത് വലിയൊരു സുവിശേഷ സംരംഭമായിട്ട് നീ തന്നതാണ്. ഞങ്ങൾ ലക്ഷ മനുഷ്യരാണ് കർത്താവ് കൂട്ടായ്മയിലെ സ്നേഹത്തിലും വളരുന്നത്. അവരെ നിലനിർത്തുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉടമ്പടി ധ്യാനം കൂടുന്നവരെയും അതുപോലെ തന്നെ കർത്താവ് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ. കർത്താവ്, ഞങ്ങൾ ഇന്ന് സങ്കടമുള്ള കുടുംബങ്ങൾ, മ്ലാനമായ കായനോട് പോലും ചോദിച്ചില്ലേ കർത്താവ്, നീ നിൻ്റെ മുഖം എന്തുകൊണ്ടാണ് മ്ലാനമായിരിക്കണമെന്ന്. അപ്പോൾ അങ്ങ് എന്തോ ഒരു വലിയ ദൈവമാണ്. സഹോദരനെ കൊന്നവനോട് പോലും നീ അവൻ്റെ മുഖം മ്ലാനമായപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂ കർത്താവ്. അതുകൊണ്ട് ഏത് പാപാവസ്ഥ ഇരുന്നവനായാലും കർത്താവ്, ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണം. അവൻ്റെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ കൃപയും നീ അവന് വേണ്ടി ക്രൂശിക്കപ്പെട്ടതും നീ അവന് വേണ്ടി തിരുടാൻ മുറിവേറ്റതും നീ അവന് വേണ്ടി മുൾക്കിടാൻ ചൂടിയവരും നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപശാപങ്ങളെല്ലാം ഈ പ്രഭാതത്തിൽ മാറിപ്പോട്ടെ. നല്ല അനുതാപം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവ്, എല്ലാ മക്കളെയും അവരുടെ യാത്രകളെ ഞാൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രകൾ സ്ഥാപനങ്ങളിൽ പോകുന്നവരുണ്ട്, തൊഴിൽശാലകളിൽ പോകുന്നവരുണ്ട്, സ്വന്തം വീട്ടിൽ തന്നെ തൊഴിലിടം കണ്ടെത്തിക്കൊണ്ട് അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. കർത്താവ്, ഇടയ്ക്കിടയ്ക്ക് വിറ്റുവരവ് നോക്കുമ്പോൾ മുഖം മ്ലാനമാകുന്നവർ ഞാൻ കാണുന്നുണ്ട് ഈശോയെ. കച്ചവടങ്ങൾ നഷ്ടപ്പെട്ടവരും
ആൾക്കാർ കടം മേടിച്ചുകൊണ്ട് പോയവരെയും എല്ലാവരെയും കർത്താവ് അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ വിഷമിക്കുന്നുണ്ട് ഈശോയെ. എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, എങ്ങനെ കുഞ്ഞുങ്ങളെ പോറ്റും, കുഞ്ഞുങ്ങളുടെ പരീക്ഷാ ഫീസ്, പഠനം, അടുത്ത കുഞ്ഞുങ്ങളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കും, ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വേദനിക്കുന്നവരുണ്ട് ഈശോയെ. കൃപാസനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ച പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു ഉടമ്പടി എടുത്തപ്പോൾ വല്ലാത്ത ഒരു ജീവിതം അവർക്ക് കൂടി ദൈവം കൊടുത്ത് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തത് ഈ കാലങ്ങളെല്ലാം മനുഷ്യൻ്റെ പട്ടിണി പകുതി മുക്കാലും മാറിയെന്നാണ്. പക്ഷേ ഇപ്പോഴും ഇങ്ങനെയുള്ള എൻ്റെ മനസ്സ് പൊട്ടിഞ്ഞു പോയി കർത്താവേ. അതുപോലെ ഓരോ മക്കളും ഉണ്ടാവും ഈശോയെ. പട്ടിണിയുള്ളവർ ഇന്നും ഉണ്ടാകും, രോഗമുള്ളവരുണ്ടാകും, മരുന്ന് മേടിക്കാൻ പണമില്ലാത്തവരും സാഹചര്യം പ്രാർത്ഥിക്കുന്നു. പല ഇല്ലായ്മകളുണ്ടാകുമേ. പരിശുദ്ധമേ, വീഞ്ഞില്ലെന്ന് അമ്മ ഈശോയോട് പറഞ്ഞ പോലെ ജോലിയില്ലാത്തവരോട് ജോലിയില്ലാത്തവർ, ആരോഗ്യമില്ലാത്തവർ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തവർ, മൊഹാലസ്യപ്പെട്ട് വീഴുന്നവർ, എപ്പിലെപ്സി രോഗികൾ, അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, ആ കുഞ്ഞുങ്ങളെ ചുമന്ന് നടക്കുന്ന മാതാപിതാക്കന്മാർ, എന്തെല്ലാം സന്തോഷമുണ്ടായാലും വീടുമ്പത്തിൽ സന്തോഷമില്ലാതെ സന്താപം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങളെ നീ ആശീർവദിക്കാൻ കർത്താവേ. ഇന്ന് അത് നിങ്ങൾ കഷ്ടം മാറിപ്പോയെന്ന് പറയുമ്പോഴും ആരും അത് വിശ്വസിക്കാത്ത വിധത്തിൽ അവിടെ ജീവിതം ഭാവിയെ നോക്കുമ്പോൾ ഇരുണ്ടതായി കാണുന്നവരുണ്ട് ഈശോയെ. ഒരു രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗം കാണാത്തവരും ഉണ്ട് കർത്താവേ. അവരെല്ലാം നീ സന്ധിക്കണം ഈശോയെ. കർത്താവ് നാട്ടിലും വിദേശത്തും ജോലി നഷ്ടപ്പെട്ടവരുണ്ട് ഈശോയെ. അവർ ജോലി അന്വേഷിച്ച് പോയിട്ട് അവർക്ക് മാർഗ്ഗമില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. ഇപ്പോൾ ചെയ്യുന്ന ജോലി കൊണ്ട് കർത്താവെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കാൻ പറ്റുന്നവർ മാത്രം കാണുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം കർത്താവ്. വിവാഹം ഒത്തുവരാത്തവരെ ഒത്തിരി പേരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്ത ഒത്തിരി പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ശരിക്കും പറഞ്ഞു ആണുങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു കർത്താവ്. സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ സാമൂഹ്യ ദുരന്തങ്ങളെ കർത്താവെ അത് പരിഹരിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങളെ നീ കാണിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിങ്ങളുടെ വാതായനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കാൽപാദങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ കൈകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നിൻ്റെ തൊഴിൽശാല അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവശക്തിയാൽ നീ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലുണ്ടാകുന്ന നീ അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ, നിനക്ക് പ്രശ്നം ഉണ്ടാക്കി തരുന്നവരെ അവരുണ്ടാക്കി വെക്കുന്ന കുതികാലി വെട്ടലും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ സംരക്ഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യേകം ഇരിക്കുന്നവർക്ക് പരിശുദ്ധമ ദേവമാതാവ് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുകയും കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ പ്രത്യേക സാന്നിധ്യവും സന്ധിപ്പും ലഭിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നത കൊച്ചുമക്കളില്ലാത്തവർ, കുഞ്ഞുമക്കളില്ലാത്തവരുണ്ട് വിഷമിക്കുന്നവർ കർത്താവെ. ഭർത്താവ് മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. അതുപോലെ തന്നെ ഭാര്യമാർ പിരിഞ്ഞ് താമസിക്കുന്നവർ വിഷമിക്കുന്നവർ ഈശോയെ. ഭാര്യ മരിച്ചുപോയവർ വിഷമിക്കുന്നവർ കർത്താവെ. ഇങ്ങനെ ഓരോ തരത്തിൽ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. പഠിച്ചിട്ട് മനസ്സിലാകാത്തവർ ക്ലാസ്സിൽ പിറകിലായി പരീക്ഷ പേപ്പർ കാണിക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും മോശമായി പോകുന്നതിൻ്റെ പേരിൽ ചത്താ മതി എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരുണ്ട്. ഒന്നിനും വിശ്വാസമില്ല, പ്രാർത്ഥന പാളിപ്പോയിരിക്കുന്നു, ഒന്നും ഇത് ഗതി പിടിക്കാത്ത രീതിയിൽ എങ്ങനെ ജീവിക്കും, എങ്ങനെ എന്ത് ഭാവിയെ നോക്കുമ്പോൾ ഇരുട്ട് തോന്നുന്ന പോലെ മക്കളുണ്ട് ഈശോയെ. അതുകൊണ്ട് ഇപ്രശ്നം അടിച്ചപ്പോൾ കരുത കോമ്പറ്റീഷനിലും മത്സരങ്ങളിലും പരാജയപ്പെട്ട് വീട്ടിലെ സമ്മർദ്ദങ്ങൾക്കൊത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇടിഞ്ഞ് മുറിയടച്ചിട്ടിരിക്കുന്നവരുണ്ട് ഈശോ. ഈശോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദനിച്ച് ജീവിക്കുന്ന എല്ലാവരും ഇന്നത്തെ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ട് സാക്ഷ്യം പറയാൻ ഇടയാക്കാൻ പരിശുദ്ധമ ദേവമാതാ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ യാവനകൾ, നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ചെയ്തു തീർക്കേണ്ട എല്ലാ വിഷയങ്ങൾ, സഞ്ചരിക്കേണ്ട വഴികൾ, നിങ്ങളുടെ ശ്വാസനിശ്വാസങ്ങൾ യേശുനാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓക്കെ എൻ്റെ മക്കളെ, നമ്മളിന്ന് ഡെയിലി ബ്രെഡിലേക്ക് പോവുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിപാട് സഞ്ചരിക്കുന്ന വെളിപാട് സഞ്ചാരം ഇങ്ങനെയാണ്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ പഴയ കാര്യം ഓർക്കണമെന്നാണ് ബൈബിൾ പറയണത്. നിങ്ങൾക്കിപ്പോൾ ദാരിദ്ര്യമുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ തോന്നണില്ല, അല്ലെങ്കിൽ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഗുണമില്ലെന്ന് പറയുന്നു, വീട്ടിൽ തന്നെ വരയില്ല, അപ്പോൾ നിങ്ങളിങ്ങനെ ആരോടും ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്മോൾ അടിച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കുന്നു. ഇങ്ങനെ കാണാത്ത കാലം കെട്ടിപ്പോയ ആൾക്കാരെ പഴയ കാര്യങ്ങൾ ഓർക്കണമെന്ന് ബൈബിൾ പറയണത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടായല്ലോ, പുതിയൊന്നും അല്ലല്ലോ ഇത്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്തത്, എങ്ങനെ അതിജീവിച്ചത്, ദൈവം നിങ്ങളെങ്ങനെ സഹായിച്ചതെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ പഴയ കാലത്ത് ഇതുപോലെ സിറ്റുവേഷനിൽ ദൈവം എങ്ങനെ നമ്മളെ സഹായിച്ചു, ആ ദൈവത്തിന് മാറ്റമില്ല, നമുക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. നമുക്ക് വായിക്കേണ്ട സുവിശേഷം 16:9-10 മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16:9-10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അതെ കേട്ടോ, നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അപ്പം അപ്പമില്ലാത്തതിന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്ന ചോദിക്കണതേ. അപ്പം ഇല്ലെന്ന് പറഞ്ഞ യുവന്മാർ വള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണേ. അക്കരക്ക് ഉന്ത്യത്തിൽ വിട്ടിരിക്കണേ നിങ്ങളെ. അപ്പോഴാണ് ഇവർ തർക്കം കേട്ടപ്പോഴാണ് കർത്താവ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് തർക്കിക്കണത്, നിങ്ങൾക്ക് അറിയത്തില്ലേ
എന്താണ്? പഴയ കാര്യങ്ങൾ അറിയത്തില്ല എന്ന്. അത് വായിച്ചു വന്നു 9:10. നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? മത്തായി സുവിശേഷം 9:10. എന്താ? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? 5000 പേരുടെ 5 അപ്പം 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 അപ്പവും 4000 പേരുടെ 7 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, പഴയത് ഓർക്കാൻ പറയാം, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കണമെന്ന്. ആ ദൈവം തന്നെ ഇന്നും ഉള്ളത്. ദൈവത്തിന് മാറ്റമൊന്നുമില്ല, നമ്മൾക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. അപ്പം മാറ്റമില്ലാതിരുന്ന ആ ദൈവത്തിന് മാറ്റമില്ലാതെ അനുഗ്രഹം തുടരുകയാണ്. ആ ദൈവം എന്നെ ഇന്നും അനുഗ്രഹിക്കുമെന്ന് വിചാരിച്ച് സന്തോഷിക്കണം. എന്തെങ്കിലും വിഷമം മനസ്സിലുണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്കണം, എനിക്ക് എത്ര കഷ്ടപ്പാടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ ഒരു വചനമുണ്ടേ. അതായത് നമ്മുടെ അടുത്ത് ഐസയ 63:9 എടുത്ത്, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നേരിട്ട് നമ്മൾ അനുഗ്രഹിച്ച ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ പറയുമേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് ആൻഡ് കൈൻഡും മീഡിയേഷനും ഒക്കെയാണ്. പക്ഷേ ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ചാൽ നമുക്ക് യോഗ്യതയില്ല, പക്ഷെ ദൈവം നമ്മളെങ്ങനെ കരകയറി നമുക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മകള് സാക്ഷ്യം പറഞ്ഞ്, അവൾക്ക് പ്രഗ്നൻസി, അവൾക്ക് ഡെലിവറിയാണ്. അപ്പോൾ അവൾ ഉടനെ PSC ഓഫീസിൽ പറഞ്ഞ്, എൻ്റെ ഡെലിവറിയാണ്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്, ഡെലിവറി ഡേറ്റിന് കിട്ടിയാൽ എനിക്ക് വന്ന് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ PSC ഓഫീസിൽ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞ്, അതൊന്നും ഞങ്ങൾക്ക് തിരക്കേണ്ട കാര്യമില്ല, നിങ്ങൾ എന്താണ് വിളിക്കണത്, നിങ്ങളുടെ ഡെലിവറി നോക്കിയിട്ടാണ് ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യണമെന്ന രീതിയിൽ സംസാരിച്ചു. പക്ഷേ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഡെലിവറിയുടെ സമയത്താണ് ഡേറ്റ് എങ്കിൽ എനിക്ക് കിട്ടാൻ ചാൻസുള്ള ജോലിയാണ്, 90ാം റാങ്കാണ് ഞാൻ. പക്ഷേ അമ്മ ഡെലിവറി ഡേറ്റിലാണ് എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് വന്ന് ഞാനങ്ങനെ എഴുന്നേറ്റ് പോകുമെന്ന് ചോദിക്കും. അമ്മ എന്തെന്നറിയുമോ, പിറ്റേ ആഴ്ച വെച്ച് കൊടുത്ത ഇൻ്റർവ്യൂ അവൾ ജോലിക്ക് കയറി. സൂപ്പർ സാക്ഷിയോടെ. അത് ഗ്രേസാണ്. അത് ദൂതനെ അയച്ചില്ലെന്ന്. ഇവർ ദൂതനെയാണല്ലോ വിളിച്ചത് PSC ഓഫീസിലേക്ക് എന്നെ സഹായിക്കാൻ. മീഡിയേറ്ററെ വെച്ചില്ല, ഞാൻ തന്നെയാണ് നിന്നെ സഹായിച്ചതെന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതായത് ദൈവം നേരിട്ട് വരണത് അത് ഓർക്കണം നമ്മൾ. അതാ സങ്കീർത്തനം 143:5 വായിച്ചേ. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു. അവിടുന്ന് ചെയ്ത, സങ്കീർത്തനം ഓർക്കണാണ്, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അതായത് ധ്യാന വിഷയമാണത്. അല്ല ചുമ്മാ ഓർത്ത് കളയാനുള്ളതല്ല. ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ധ്യാനിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം നമ്മൾ. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. അപ്പം ഇടയ്ക്കൊക്കെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണം. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ഓർക്കാറുണ്ട്. കാര്യം ഞാൻ ജീവിതത്തിൻ്റെ എല്ലാ അറ്റങ്ങളിലൂടെയും എല്ലാ കാലാവസ്ഥകളിലൂടെയും കടന്നു വന്നതാണ്. ഇപ്പം നമുക്ക് സംസാരിക്കേണ്ട കാര്യം അതില്ലാത്തതുകൊണ്ട് സംസാരിക്കുന്നതാണ്, സമയമില്ലല്ലോ. പക്ഷേ എന്നാലും ഞാൻ സെമിനാരിൽ പോണതിന് എൻ്റെ അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയാക്കാൻ പോലും എനിക്ക് ആരും എൻ്റെ കൂടെ വന്നില്ല. ഞാൻ ആ നിക്കർ വിട്ട് സർട്ടിഫിക്കറ്റ് പിടിച്ച് പോയതാണ് സെമിനാരിൽ ചേർന്നത്. അപ്പോൾ അന്ന് ആരുണ്ടായിരുന്നു? ആരുമില്ലല്ലോ. എന്നെ ആരുമില്ല, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആ സമയത്ത് ആരുമില്ല. പിന്നെന്താ, ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണമെന്ന് പറയണം. ദൈവം, എൻ്റെ മക്കളെ, നിങ്ങളെപ്പോഴും ദൈവത്തെ മറക്കരുത്. വേറെ ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. കഴിഞ്ഞ കാലത്ത് നിന്നെ സന്ധിച്ച ദൈവം തന്നെ ഇന്നും ജീവിച്ചിരിക്കുന്നു. നമ്മളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ അതിജീവിക്കും. എന്താണ്, നമ്മുടെ ദൈവം മരണത്തെ അതിജീവിച്ചവനാണ്. സോ ഗുഡ് മോർണിംഗ്, താങ്ക് യു. ഒരുമിച്ച് പാടുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഈ ഭൂമിയിലെന്ന് പറയണത്, ഏറ്റവും വലിയ ദുരന്തങ്ങളുടെ ഒരു തട്ടകമാണല്ലോ ഈ ഭൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കപ്പലും മറിഞ്ഞ് കിടക്കണില്ലേ, അതിൻ്റെ 10 കണ്ടെയ്നർ കടൽ ഒഴുകി നടക്കുകയാണ്. ഒരു ദുരന്തമാണ്. ദൈവം അനുഗ്രഹിച്ച് ആളപായമൊന്നും ഇല്ലാത്തതിന് ദൈവത്തിന് നന്ദി.
മഴ തുടങ്ങിയിട്ടുണ്ട്, ദുരന്തക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കും നമ്മൾ. അപ്പം ഇങ്ങനെ ഈ ദുരന്തങ്ങൾ ഇവിടെ സുഖവും സന്തോഷവും ഉള്ള പോലെ തന്നെ ദുരന്തങ്ങളും അതിൻ്റെ കൂടപ്പുറപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇതിങ്ങനെ ഓരോ കാലത്ത് ഇപ്പം നമ്മൾ ഓരോരോ കാലങ്ങളിൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവിടെ ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി കലാമിറ്റി, ഒരു CC എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, നിന്നെ പൂർണ്ണമായി അറിയാനുള്ള എൻ്റെ ആഗ്രഹത്തെയും എൻ്റെ അവകാശത്തെയും നീ ആത്മജ്ഞാനം നൽകിക്കൊണ്ട് അഭിഷേകം നൽകണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസ്തുതികൊണ്ട് യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പറയണ വെച്ചാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ് പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്? നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ നടക്കുന്ന ഒരാളാണ്. ചിന്തിച്ചും ആലോചിച്ചും പറഞ്ഞും അമ്മയോട് സംസാരിച്ചും ഒക്കെ ഞാൻ എപ്പോഴും അമ്മയോട് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധ തോന്നിയിരിക്കുന്നത് ഈ ക്രിസ്തു രഹസ്യങ്ങളുടെ ഒരു കുറേ താക്കോൽ അമ്മയുടെ കയ്യിലുണ്ടെന്നുള്ളതാണ്. ക്രിസ്തു രഹസ്യങ്ങളുടെ മറിയത്തെ ഏറ്റവും നല്ല രൂപം എന്ന് പറയുന്നത് ഒരു കൂട്ടം താക്കോൽ പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ രൂപമാണ്. എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണ്ട സമയത്ത് അതെനിക്കിപ്പോൾ കിട്ടിയതായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് കിട്ടിയാണ്. വേണ്ട സമയത്ത് ഹെബ്രായർ 4:16 എന്നൊരു വായിച്ച്. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ വേണ്ട സമയത്ത് ഉതകാൻ വേണ്ടി ഇപ്പം കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ലെന്ന് പറയത്തില്ലേ? ചില ആൾക്കാരെ കുറിച്ചുള്ള കമൻ്റ് അതാണ്. ആൾ കൊള്ളാം, ആൾ കഴിവുള്ളവനാണ്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതാ മനുഷ്യരാശിയുടെ നമുക്ക് എല്ലാവരുമൊക്കെ ഉണ്ടാകും, നമുക്കും ആസ്തി പദ്ധതിയൊക്കെ ഉണ്ടാകും, പക്ഷെ വേണ്ട സമയത്ത് നമുക്ക് ഉതകത്തില്ല. ഇത് ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്. വേണ്ട സമയത്ത് എല്ലാവരും ഉണ്ട്, പക്ഷെ വേണ്ട സമയത്ത് ഉതകത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ പറയണത് അകലത്തെ ബന്ധുവിനേക്കാൾ നല്ലതാണ് അയലത്തെ ശത്രു. അത് വേണ്ട സമയത്ത് ഉതകണ അവനായിരിക്കും, ബന്ധുവൊക്കെ ആയിരിക്കും, പക്ഷേ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് എന്ന് പറയണത് ആണ്. ഉതകണമെങ്കിൽ വേണ്ട സമയത്ത് തന്നെ ഉതകണം, അത് കഴിഞ്ഞിട്ട് ഉതകിയിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ ഇതിനിപ്പോൾ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഒക്കെ വളരെ വില കുറവാണ് ഈ മരുന്നിന്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഈ രോഗം വന്നപ്പോഴേ ഈ മരുന്ന് ജർമ്മനിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ വരുത്തിച്ചിട്ട് ബോംബെയിൽ എത്തിയായിരുന്നു, അപ്പോൾ അമ്മ മരിച്ചു പോയെന്ന്. വേണ്ട സമയത്ത് ആ മരുന്നുണ്ട്, അവരെത്തിച്ചതാണ്. ഇന്ന് ചന്തയിൽ ഇങ്ങനെ
ഏത് ചെന്ന് ചോദിച്ചാലും കിട്ടണ മരുന്ന് ഒരു കാലത്ത് അന്ന് അയാൾ കരയണാണ്, സങ്കടപ്പെട്ട് പറഞ്ഞാണ് ഈ മരുന്ന് ഇന്നത്തെ പോലെ അവസാനം ഉണ്ടായെങ്കിൽ എൻ്റെ അമ്മ ഇന്നും ഉണ്ടായനാണ്. എൻ്റെ കാര്യത്തിൽ വേണ്ട സമയത്ത് അത് ഉതകില്ലെന്ന് അയാൾ പറയണത്. അപ്പോൾ എന്തുകൊണ്ട് ഇല്ല എന്നല്ല പ്രശ്നം, വേണ്ട സമയത്ത് ഉതകുകയാണ്. അപ്പോഴീ വേണ്ട സമയത്ത് നമുക്ക് ഉതകാൻ വേണ്ടിയാണ് ദൈവം എന്താണ് ക്രിസ്തുവിനെ അയച്ചിരിക്കുന്നത്. വീട്ടില്ലേ, ക്രിസ്തുവിനെ അയച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്താ? വേണ്ട സമയത്ത് നമുക്ക് ഉതകുക, വേണ്ട സമയത്ത് വേണ്ട കാര്യത്തിന് ഉതകുക. അതുകൊണ്ട് എന്താ പറയണത്, അതിന് നമുക്ക് കുറേ സാധനങ്ങൾ വേണം. ഒന്ന്, വേണ്ട സമയത്ത് ഉതകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറേ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണയെന്ന് പറഞ്ഞാൽ എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ് കരുണ. ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിലൊരു ആളെ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ദൈവം ഉദ്ദേശിക്കണത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഇത് ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. ഈ ഗ്രേസിൻ്റെ വരപ്രസാദത്തിൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. കാര്യം പാപമാണ് ഈ രൂപത്തിലാക്കി ക്രിസ്തുവിനെ പോലും ആക്കി കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഇപ്പോൾ ഒരു പാപകരമായ ജീവിതവും ക്രിസ്തുവിലുള്ള ജീവിതവും തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരണം. എന്തുമാത്രം ഉടമ്പടി പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. പറഞ്ഞേ, എന്തുമാത്രം നമ്മൾ ഉടമ്പടിയിൽ പുരോഗമിക്കുന്നു അത്രയും നമ്മൾ വിശുദ്ധി വളരാനുള്ള ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ട്. എന്താണ് കാര്യം? നമ്മൾ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ ആ പദ്ധതിയോടുള്ള സഹകരണമാണ് ഈ ഉടമ്പടി. അമ്മ എന്താ ചെയ്യണത്? ഈ വേണ്ട സമയത്ത് നമുക്ക് കരുണയും കൃപാവരവും ലഭിക്കുന്നതിന് വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. ഇല്ല, ഇതാണ് എന്നോട് ഇപ്പം പറഞ്ഞത്. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞത് ഇതാണ്. ഈ കൃപാവരത്തിൻ്റെ ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത്. മനസ്സിലായില്ലേ? ആദ്യത്തെ സമീപനമാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരു മെൻറ്റർ എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ മെൻറ്റർ ആരാണ്? മറിയമാണ് ശരിക്കും. ഇപ്പം ഞാൻ നിങ്ങളുടെ ആദ്യം പറഞ്ഞ വചനമുണ്ടല്ലോ, എന്താണ്? ഹെബ്രായർ 1:1 വായിച്ചേ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ അതായത് ഈ വികസനത്തിൻ്റെ അവസാന വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ AK ആന്റണി സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ കുറച്ച് വികസനങ്ങളുടെ പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. ഇപ്പം ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നാലും പ്രതിപക്ഷത്തിരിക്കുന്നവർ ചവിട്ടിത്താത്തുകയും പൊടി പിടിക്കുകയും അത് നശിപ്പിക്കുകയും കേരളത്തിനെ പിന്നോട്ടടിക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പണ്ട്.
അതായത് നാടിൻ്റെ പൊതു പുരോഗതിക്കാണെന്ന് പറഞ്ഞാലും ശരി, ഒരു ഭരണകക്ഷി ഒരു പദ്ധതി കൊണ്ടുവന്ന് കഴിയുമ്പോൾ മറ്റവന്മാർ ചവിട്ടിത്താത്തും. അങ്ങനെ ചവിട്ടിത്താത്തി അവസാനം ആൻ്റണി മുടിഞ്ഞ് ഇനി നടക്കത്തില്ലെന്ന് കണ്ട, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യം, ഇനി സമയം കിട്ടുന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാണ് ഇത് വികസനത്തിൻ്റെ അവസാനത്തെ വണ്ടിയാണെന്ന്. ഞാൻ മനോരമയുടെ മെയിൻ ഹെഡിങ് ആയിരുന്നു ഇത് വികസനത്തിൻ്റെ അവസാന വണ്ടി. എൻ്റെ മനസ്സിൽ വെച്ചാൽ ഈ വചനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇതാണ്, ഇത് രക്ഷയുടെ അവസാന വണ്ടിയാണ്. അത് നമ്മളോട് ആര് പറഞ്ഞ പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ മുഖേന എന്ന് വായിച്ച് വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ അവസാന വണ്ടി രക്ഷയുടെ അവസാന വണ്ടിയാണ്. എത്രയോ കാലങ്ങളായിട്ട് ദൈവം പ്രവാചകന്മാരെയും മതസ്ഥാപകരെയും എന്തുമാത്രം മതസ്ഥാപകരുണ്ടായി, എത്രയോ മതസ്ഥാപകരെ ദൈവം വിട്ടു, എന്തുമാത്രം പ്രവാചകന്മാരെ വിട്ടു. ഇനി മനുഷ്യ കഥാനുഗായികളുണ്ട്, മതം സ്ഥാപിച്ചില്ലെങ്കിൽ പോലും അവരുടെ സോക്രട്ടീസിനെ പോലെയുള്ള അവരുടെ നിലപാടുകൾ കൊണ്ട് തന്നെ മനുഷ്യവംശത്തെ സത്യത്തിൻ്റെ പാതയിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട്. അങ്ങനെ അവസാന കാലങ്ങളിലെ എന്താണ് തൻ്റെ പുത്രൻ വഴി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് മനുഷ്യൻ്റെ രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഈ മനുഷ്യരക്ഷയുടെ അവസാനത്തെ ആളാണെന്ന് നമ്മളോട് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? അമ്മയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, ഇത് രക്ഷയുടെ അവസാനത്തെ ആളാണ്. ഇത് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് മറിയമാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ക്രിസ്ത്യൻ മെൻറ്റർ, അതായത് ഒരു ക്രിസ്ത്യൻ ഒരു വിശ്വാസ ജീവിതത്തിന് നമ്മളെ സഹായിക്കുന്ന ഫസ്റ്റ് മെൻറ്റർ എന്ന് പറയുന്നത് മറിയമാണ്. ഈ മറിയത്തിൻ്റെ വായിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽ ഫോർമുല വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഇടപെടുത്തുന്നതിന് എന്താണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. യോഹന്നാൻ പറയും ദിസ് ഈസ് ദ ലവ് ഓഫ് ഗോഡ്. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ കാണിച്ചതെന്നാ ചൂണ്ടിക്കാണിക്കണം ചെയ്തത്. മറിയം ചൂണ്ടിക്കാണിക്കുകയല്ല ചെയ്തത്. മറിയം പറഞ്ഞ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ട ആളല്ല ഇത്. പിന്നെ എന്താണ്? ഇത് ജീവിതത്തിലോട്ട് ക്ഷണിച്ചു വരുത്തേണ്ട ആളാണ്. ഈ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിക്കേണ്ട ആളാണ്. ഈ ആൾ നമ്മുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ഇനി ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും ഇവനിലാണ്. അതെ, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എല്ലാ വാഗ്ദാനങ്ങളും. 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് അവസാന വണ്ടിയാണ്. അവസാന വണ്ടി എന്ന് പറയുമ്പോൾ കാലിക്കടിച്ച് വന്നിരിക്കണതല്ല, എല്ലാത്തിനും സമാധാനം പറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും ആൻസറായിട്ടാണ് എൻ്റെ ഉള്ളത്. മനുഷ്യരാശി ഉഴലുന്ന ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആൻസറാണ്. അതാണ് ജീസസ് ഇസ് ദ ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ എടുത്ത് ചില സ്റ്റിക്കറെ കണ്ടിട്ടില്ലേ, ജീസസ് ഇസ് ദ ആൻസർ. ജീസസ് ഇസ് ദ ആൻസർ ഫോർ ഓൾ ക്വസ്റ്റ്യൻസ് ആണ്. ഭൗതികവും ആത്മീയവുമായ മനുഷ്യൻ്റെ എല്ലാവിധ ആശങ്കകളുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. അതുകൊണ്ടാണ് 2 Corinthians 1:20 പറയണത് ക്രിസ്തു പറഞ്ഞ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ തന്നെയാണ്. അപ്പം ഈ ലോകത്തിന് പറ്റിയതും വരാനിരിക്കുന്ന ലോകത്തിനുള്ള ദൈവം എന്നെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് വാഗ്ദാനത്തിലാണ്. ഇത് വാഗ്ദാനം മുഴുവനുമായിട്ടാണ് ക്രിസ്തുവിലെ ദൈവം ക്രോഡീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനം പ്രാപിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണമോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി.
എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ന്യായസ്ഥാനമാണ്. വചനത്തിലെ ഇതൊരു ന്യായസ്ഥാനമാണ് ശരിക്കും. പക്ഷേ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിനക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു എന്താണ്, ഒരു ചാൻസാണ്, ഒരു ഒക്കേഷനാണ്, ഒരു ഓഫറാണ്. ഇതൊരു പുതിയ കാലത്തിൻ്റെ പുതിയ ഓഫറാണ്. എന്താണ്? നിനക്ക് നിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കണം എങ്കിൽ അതിന് എളുപ്പമാർഗം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. ഈ ഉടമ്പടിയുടെ ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താ കാര്യം? മറിയം കണ്ടെടുത്ത ക്രിസ്തുവിനെ, ഹെബ്രായർ 4:16 ക്രിസ്തുവിനെയും നമ്മൾക്ക് അക്സസറിയാക്കി തരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്, കാര്യം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് ഒരു ദുർഗഹമായ ചുമടായി മാറ്റരുതെന്ന് ക്രിസ്തുവിന് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ ദുർഗഹമായ ചുമടുകൾ മനുഷ്യരുടെ മുമ്പിൽ വെക്കുന്നു, എന്നിട്ട് നിങ്ങളതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വന്നവരെ നിങ്ങളെ തടയുന്നു എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പരിശുദ്ധനോട് സംസാരിക്കുന്നത്. ഒരു ദുർവഹമായ ചുമടില്ല എൻ്റെ അകത്ത്. സിമ്പിളാണ്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സകല വാഗ്ദാനങ്ങളും ഒന്നായി ക്രിസ്തുവായി മാറിയ ദൈവത്തിന്റെ പദ്ധതി ഉൾക്കൊള്ളാൻ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ചുകൊണ്ട് ജീവിതം പുനഃക്രമീകരിക്കുവാൻ പരിശുദ്ധമായ ദൈവമാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ശ്രദ്ധിക്കട്ടെ. പ്രസാദ